അത്രയും ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളും ഘടകങ്ങളും ഇറക്കുമതി ചെയ്തിരുന്ന ഇന്ത്യ ഇതാ ഈ വർഷം ജനുവരിയിൽ 2.8 ബില്യൺ ഡോളറിന്റെ കയറ്റുമതി ചൈനയിലേക്ക് നടത്തിയതായി കണക്കുകൾ. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് മേഖല ശ്രദ്ധേയമായ മുന്നേറ്റമാണ് നടത്തിവരുന്നത്. പ്രമുഖ കമ്പനിയായ ആപ്പിളിന്റെ ഇന്ത്യൻ വിതരണക്കാർ 2.5 ബില്യൺ ഡോളർ മൂല്യമുള്ള ഐഫോൺ ഘടകങ്ങൾ ചൈനയിലേക്ക് കയറ്റി അയച്ചതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. മൊബൈൽ ഫോണുകളും മറ്റ് ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെയും ഭാഗങ്ങൾ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരുന്ന ഇന്ത്യയാണ് ഇന്ന് ചൈനയിലേക്ക് തന്നെ കയറ്റുമതി വ്യാപിപ്പിച്ചിരിക്കുന്നത്. 2026 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്കുള്ള ഇലക്ട്രോണിക്സ് കയറ്റുമതി 3.5 ബില്യൺ ഡോളർ കടക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ ജനുവരി വരെ 2.8 ബില്യൺ ഡോളർ കയറ്റുമതി ഇന്ത്യ സാധ്യമാക്കിയതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2025 സാമ്പത്തിക വർഷത്തിലെ 920 മില്യൺ ഡോളറിൽ നിന്നുള്ള വലിയ ഉയർച്ചയാണ് ഈ കണക്കിൽ നിന്നും വ്യക്തമാകുന്നത്. മുൻ വർഷങ്ങളിലെ കയറ്റുമതി വളരെ കുറവായിരുന്നുവെങ്കിൽ ഇന്ന് രാജ്യം ഇലക്ട്രോണിക്സ് കയറ്റുമതിയിൽ വലിയ കുതിപ്പാണ് രേഖപ്പെടുത്തുന്നത് എന്നതിന്റെ സൂചന കൂടിയാണ് ഈ കണക്കുകൾ. ഫോക്സ്കോൺ, ടാറ്റ ഇലക്ട്രോണിക്സ്, പെഗാട്രോൺ ടെക്നോളജി ഇന്ത്യ ഉൾപ്പെടെയുള്ള ആപ്പിൾ വിതരണക്കാരാണ് പ്രധാനമായും കയറ്റുമതി രംഗത്ത് തിളങ്ങി നിൽക്കുന്നത്. പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് അസംബ്ലികൾ, മെക്കാനിക്കൽ ഭാഗങ്ങൾ, കാസിങ്ങുകൾ, ഫ്ലെക്സിബിൾ PCBAകൾ തുടങ്ങിയവയാണ് പ്രധാനമായും കയറ്റുമതി ചെയ്യപ്പെടുന്നത്. മൊബൈൽ ഫോണുകൾക്ക് പുറമെ മറ്റു മേഖലകളിലെ കണക്കുകൂടി ചേർത്താൽ ചൈനയിലേക്കുള്ള ഇന്ത്യയുടെ മൊത്തം കയറ്റുമതി 18 ബില്യൺ ഡോളർ കടക്കുമെന്നാണ് വിലയിരുത്തൽ. സ്മാർട്ട് ഫോൺ നിർമ്മാണത്തിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രോത്സാഹന പദ്ധതികൾ ഇന്ത്യയിൽ ശക്തമായ വിതരണ ശൃംഖല രൂപപ്പെടാൻ സഹായിച്ചുവെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. 2021 മുതൽ ആപ്പിൾ ഇന്ത്യയിൽ ഐഫോൺ ഉൽപാദനം വ്യാപിപ്പിച്ചെങ്കിലും ഇത്തരത്തിലുള്ള വളർച്ച പ്രതീക്ഷിച്ചതല്ല എന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത്. സർക്കാരിന്റെ 5 വർഷത്തെ പ്രോത്സാഹന പദ്ധതിയുടെ ഫലമായി ഇന്ത്യയിൽ 70 ബില്യൺ ഡോളറിന്റെ ഐഫോണുകളാണ് നിർമ്മിക്കപ്പെട്ടത്. ഇതിൽ 73% കയറ്റുമതി ചെയ്യുകയാണ് ഉണ്ടായത്. പ്രധാനമായും അമേരിക്കയിലേക്കായിരുന്നു ഇവയുടെ കയറ്റുമതി. ഇതോടെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ ഏറ്റവും വലിയ കയറ്റുമതി ഇനമായി ഐഫോണുകൾ മാറിയിരിക്കുകയാണ്. ഇത് ഇലക്ട്രോണിക്സ് രംഗത്ത് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ രാജ്യം കൈവരിച്ച അഭിമാനാർഹ നേട്ടമാണ്. സമീപ ഭാവിയിൽ നിലവിലെ ഈ വളർച്ച കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുമെന്നതിൽ തർക്കമില്ല. നിലവിൽ ആഗോളതലത്തിൽ ഇന്ത്യക്ക് അനുകൂലമായ വിപണി സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ചൈനയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ പല രാജ്യങ്ങളും ശ്രമിച്ചു വരികയാണ്. ആ അവസരം ഇന്ത്യ തന്ത്രപരമായി മുതലെടുക്കാനുള്ള നീക്കമാണ് നടത്തിവരുന്നതും. അങ്ങനെ ഇലക്ട്രോണിക്സ് കയറ്റുമതിയിൽ നിർണായക ശക്തിയായി വളർന്നു വരാനുള്ള വലിയ അവസരം ഇന്ത്യ പ്രയോജനപ്പെടുത്തി വരുന്നു. സ്മാർട്ട് ഫോണുകൾ, ഉപഭോക്തൃ ഇലക്ട്രോണിക്സ്, ഓട്ടോമോട്ടീവ് ഇലക്ട്രോണിക്സ് എന്നിവയ്ക്ക് പുറമെ സെമി കണ്ടക്ടർ രംഗത്തും ഇന്ത്യയുടെ വളർച്ചാ സാധ്യത കൂടുതലാണ്. നിലവിൽ രാജ്യം സെമി കണ്ടക്ടർ നിർമ്മാണത്തിൽ ആരംഭഘട്ടത്തിലാണ്. ടാറ്റ ഗ്രൂപ്പ് പോലുള്ള കമ്പനികൾ ഈ രംഗത്ത് വലിയ നിക്ഷേപം നടത്തിയിട്ടുമുണ്ട്. ഈ രംഗത്തും ആഗോളതലത്തിൽ മത്സരിക്കാനുള്ള ചുവടുവയ്പ്പുകൾ ഒന്നൊന്നായി ഇന്ത്യ വെച്ചുകൊണ്ടിരിക്കുന്നു. വരുന്ന 10 വർഷത്തിനുള്ളിൽ ഇന്ത്യ ഇലക്ട്രോണിക്സ് കയറ്റുമതിയിൽ പ്രധാന ആഗോള കേന്ദ്രമായി മാറാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ വിശദീകരിക്കുന്നത്. നിലവിലുള്ള സർക്കാർ നയങ്ങൾ തുടർന്നും ശക്തമായാൽ ഇലക്ട്രോണിക്സ് കയറ്റുമതി ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രധാന വളർച്ചാ എഞ്ചിനാകാൻ സാധ്യതയുണ്ടെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. വാർത്തയുടെ നിറം തേടി തനിനിറം.